വെൽക്കം ടു ഹിസ് വേൾഡ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ദീപ്തി. ഞാനൊരു പുതിയതായിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു വൈഫാണ്. ഞാനൊരു 4 മക്കളുടെ അമ്മയാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മൾ നോസ്പിൻ കളക്ഷൻസ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒത്തിരി ഒന്നുമില്ല, എന്നാലും ആവശ്യത്തിനുണ്ട് കേട്ടോ, നല്ല ഗുണം ഉണ്ട്, കുറച്ചുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അത് കാണാം. എനിക്ക് തോന്നുന്നു ഞാൻ 2015 മൂക്ക് കുത്തിയത്. ആ സമയം മുതലേ ഞാൻ ആദ്യമേ മൂക്ക് കുത്താനായിട്ട് ആഗ്രഹിച്ചത് തന്നെ ഒരു ചെറിയ, അന്നത്തെ കാലത്തെ എന്ന് പറയുന്ന ഒരു ചെറിയ ഡയമണ്ടിൻ്റെ ചെറിയൊരു കുഞ്ഞതായിരുന്നു അന്ന് എല്ലാവരും മൂക്കുത്തി ഇട്ടുകൊണ്ടിരുന്നു. കുഞ്ഞ് ഡയമണ്ടിൻ്റെ നോസ്പിനായിരുന്നു. അപ്പം ഞാൻ അത് മേടിച്ച് ഇടണമെന്നുള്ള ആഗ്രഹത്തിലാണ് മൂക്കുത്തി ഷൂട്ട് ചെയ്യുമായിരുന്നു. അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു ഇട്ടത്. ആ ഒരു നോസ്പിനായിരുന്നു ഇട്ടിരുന്നത്. എന്നിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാറ്റിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് പഴുത്തായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തോളം ഈ മൂക്ക് ഇങ്ങനെ പഴുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിയൊരു കുമ്പിള പോലെ പഴുത്തിട്ട് ഇങ്ങനെ വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീതം എന്നിട്ട് ഇങ്ങനെ ഉപ്പിക്കൊടുത്തു. എന്നാലും ഞാൻ മൂക്കുത്തി ഊരത്തില്ല എന്ന് ശപഥം ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മൂക്ക് കുത്തുന്നത്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് കുത്തിയതാണ്. അപ്പം കല്യാണത്തിന് മുന്നേ കുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പപ്പ സമ്മതിക്കത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും ഹസ്ബൻഡിനും ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഹസ്ബൻഡ് കൊണ്ട് നിനക്ക് ഇഷ്ടമാണെങ്കിൽ കുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുത്തുമായിരുന്നു ചെയ്തത്. അപ്പോൾ മൂക്ക് നല്ല ഗുണം പഴുത്ത അത് കുറച്ച് 6 മാസത്തേക്ക് ഞാൻ അങ്ങനെ വെച്ചാണ് അതൊന്ന് ഏതായാലും പിന്നെ അങ്ങ് സെറ്റായി. എനിക്ക് തോന്നുന്നു മൂക്ക് പഴുത്തപ്പോഴേക്കും അതിന് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ തോക്കാൻ തയ്യാറല്ലെന്ന്. ഏതായാലും ഇവള് മൂക്കുത്തി ഊരാൻ പോകുന്നില്ല, എങ്കിൽ പിന്നെ ഞാനങ്ങ് തോറ്റു കൊടുക്കാമെന്ന് പറഞ്ഞ് അതങ്ങ് തോറ്റ് തന്നു എന്ന് പറയാൻ വേണം നീ കേട്ടോ. ഞാൻ മൂക്ക് കുത്തിയിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ച നോസ്പിനാണ് ഈ കാണിക്കാൻ പോകുന്നത്. ഒരു സിംഗിളായിട്ടുള്ള ഡയമണ്ട് സ്റ്റോണിൻ്റെയാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഈ ഒരു സംഭവം ചെറിയ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ മിക്കവരുടെയും കയ്യിലുണ്ട്. എൻ്റെ ഈ ഒരു സംഭവം ഇട്ട് കാണിക്കാമേ. എനിക്ക് ഈ തണ്ട് ഭയങ്കര വലുപ്പമാണ്. നോക്കി ഇത്രയും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ഉണ്ട്. ഇപ്പോൾ എനിക്കറിയില്ല, ഇപ്പോഴത്തെ നോസ്പിനൊന്നും എനിക്ക് തോന്നുന്നു അത്രയും തണ്ടില്ലെന്ന് തോന്നുന്നു. കയറുന്നില്ലേ? സാധാരണ അടിയിലത്തെ ആ ഒരു ഇതില്ലേ, ഇതൊന്ന് അകത്തുനിന്ന് അങ്ങ് കയറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഈ വെളിയിലത്തെ സംഭവം ഇടുന്നത്. ഇങ്ങനെ കയറ്റി കേട്ടോ. ഇതിൻ്റെതാണ് സംഭവം. ഇങ്ങനെ ഇരിക്കും. ക്യൂട്ടാണ്, ചെറിയത് കേട്ടോ. ചെറിയൊരു നോസ്പിനാണ്, കണ്ടല്ലോ അല്ലേ? ഈ ഒരു നോസ്പിനാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത്. ഇത് ഞാനിപ്പം കൊളുത്തിട്ടിട്ടില്ല, എന്നാലും എൻ്റെ മൂക്ക് ചെറുതായതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കും കേട്ടോ. ഇതിൻ്റെ ആ ഒരു തണ്ടിന് ഇച്ചിരി നീളക്കൂടുതലുണ്ട്. അപ്പം എൻ്റെ ഇവിടെ വന്ന് തട്ടാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ പൊങ്ങലുണ്ട് കേട്ടോ. ഇല്ല, ഇങ്ങനെ ഇത് വട്ടത്തിലായിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ വട്ടത്തിലായിരിക്കുന്നത്. ഇങ്ങനെ ഇച്ചിരി പൊങ്ങിയിരിക്കും ഇത് കണ്ടോ, പൊങ്ങിയിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനൊരു അടുത്ത കൊല്ലം ആയപ്പോഴേക്കും മൂക്ക് കുത്തിയല്ലോ. അപ്പം പിന്നെ എല്ലാവരും കുത്താനായിട്ടുള്ളത് സെക്കൻഡ് സ്റ്റഡ് കുത്താൻ തുടങ്ങി ആ സമയത്ത്. അപ്പം ഞാൻ അതും ട്രൈ ചെയ്തു. സെക്കൻഡ് സ്റ്റഡ് കുത്തി കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് വാങ്ങിച്ചതാണ് വീണ്ടും ഒരു ഡയമണ്ടിൻ്റെ തന്നെ ഒരു മറ്റേ ഇതുപോലത്തെ സംഭവം വാങ്ങിച്ചു. സിംഗിൾ സ്റ്റോണിൻ്റെ തന്നെ. ഇതിന് അധികം കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കറക്റ്റ് വട്ടമല്ല, ഇത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ചേർന്നിരിക്കും. അപ്പോൾ ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും പാടുണ്ട്. ഞാൻ 1 വർഷം കഴിഞ്ഞപ്പം ഡെലിവറിക്ക് പോയപ്പോഴേക്കും അത് അടഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം വീണ്ടും ഞാൻ കുത്തി കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഡെലിവറിക്ക് പോയപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഈ മൂക്ക് കുത്തിയപ്പോൾ പോലെ തന്നെ എനിക്ക് കാത് കുത്തിയപ്പോഴും ഭയങ്കരമായിട്ട് പഴുക്കുമായിരുന്നു. അപ്പം പിന്നെ ഞാനങ്ങ് ഊരിക്കളഞ്ഞു. 2 വട്ടം കുത്തിയിട്ടും പഴുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് അത്ര ഒരു ചേർച്ച ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പറഞ്ഞ പോലെ ഇത് സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ട് മൂക്ക് കുത്തുകയും സെക്കൻഡ് സ്റ്റഡ് ഇട്ടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചേരുന്നില്ല എന്നുള്ള ഒരു തോന്നലും ആയിപ്പോയി. അതുകൊണ്ട് ഞാനങ്ങ് ഊരിക്കളഞ്ഞു. അപ്പം ഞാൻ ആ സെക്കൻഡ് സ്റ്റഡിന് വേണ്ടി വാങ്ങിച്ച സംഭവമാണ് അതിൻ്റെ ഈ നോസ്പിൻ. ഈ ഒരു പിന്നെന്ന് പറയുന്നത്
ഇതിൻ്റെ ഒരെണ്ണം ഞാൻ കൊടുത്തു കേട്ടോ, ഒരെണ്ണം വിറ്റ് ഞാൻ കാശ് വാങ്ങിച്ചു. വേണ്ടി ഇത് ഞാനിപ്പം മൂക്കുത്തിയായിട്ടാണ് ഒരെണ്ണം ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് മറ്റേന്ന് പറയുന്നത് ഇച്ചിരി പൊങ്ങിയിരിക്കുമായിരുന്നേ, ഇച്ചിരി പൊങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് മൂക്കിനോട് ചേർന്നിരിക്കും, അങ്ങനെ ഒരു സ്റ്റൈലാണ്. മറ്റേതൊരു കറക്റ്റ് വട്ടമാണ്, ഇതൊരു സ്റ്റാറായിട്ട് ഒരു ചെറിയ വേറെ ഒരു ഷേപ്പാണ് ഇതിനെന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഏറ്റവും ചെറിയതായിട്ട് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് സ്റ്റെഡായിട്ട് വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റെഡായിട്ട് തന്നെ വാങ്ങിച്ച ഒരു റിംഗ് ആണിത്. സെക്കൻഡ് സ്റ്റെഡ് ഇടാനായിട്ട് വാങ്ങിച്ചായിരുന്നു. ഇതും എൻ്റെ കയ്യിൽ 2 എണ്ണം ഇരിപ്പുണ്ട്. അപ്പം അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം മൂക്കിലാണ് ഇടുന്നത് കേട്ടോ. ഇപ്പം റിംഗ് ഒരു ഫാഷൻ ആയതുകൊണ്ട് ഇതും ഞാനിപ്പം മൂക്കിലിട്ടിട്ടാണ് ഇട്ട് കഴിഞ്ഞ് ഇത്രയും ഇങ്ങനെ ഇരിക്കും. ലോക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേണ്ട ഇതും 3 എണ്ണം കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാണിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാ സംഭവം കേട്ടോ. അടുത്തത് വേണ്ടത് കണ്ട ഒരു ചെറിയ മുട്ട് കണ്ട, മുക്കലിട്ട് കാണിക്കാം. കയറുന്നില്ല മൂക്കയിലോട്ടൊന്നും കണ്ടോ. അതാണ് ഭയങ്കര സിമ്പിളാണ്. ഒരു ചെറിയ പൂട്ട് പോലെ ഇരിക്കുന്ന ഒരു ഇത് കണ്ട, ഇത്രയുണ്ട്. ഇതും സെക്കൻഡ് സ്പെറ്റായിട്ട് വാങ്ങിച്ചാണ്. ഇതും എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. ഇത് ഇപ്പം ഞാനിത് നോസ് പിന്നായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇന്നെൻ്റെ മൂക്കിൻ്റെ കാര്യം നോക്കാൻ തോന്നും. പണ്ടത്തെ പോലെ പഴുത്തിട്ട് ഞാൻ ഊരേണ്ടി വരുമെന്നറിയില്ല കേട്ടോ. ഇല്ല, ഞാൻ ഇത് ഈ കാണിച്ച സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ചങ്ങനാശ്ശേരി ഇടിമണ്ണിക്കൽ ജ്വല്ലറി എന്നാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഞാൻ മസ്കറ്റ് വെച്ച് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നോസ്പിൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അഞ്ചായം മേടിച്ചു തന്നതാണ് ഈ ഡയമണ്ടിൻ്റെ നോസ്പിന്. എനിക്ക് തോന്നുന്നു മസ്കറ്റിലെ മലബാർ ഗോൾഡിൽ നിന്നാണ് വാങ്ങിച്ചത് ഈ ഒരു നോസ്പിന്. ഇത് ഡയമണ്ടാണ്. ഇത് ഞാൻ ഇട്ടിട്ട് ഒത്തിരി പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നോസ്പിനാണ്. ഇട്ടിട്ട് ഇങ്ങനെ നമുക്കിടാം. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇടും, ഇങ്ങനെ. ഓക്കെ, അടുത്ത നോസ്പിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ രീതിയിലുള്ളതാണ്. ഇത് ഗോൾഡാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് ഇടിമണ്ണിക്കൽ നിന്നാണ്. ഞാൻ നാട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. മിക്കപ്പോഴും നമ്മുടെ അടുത്തുള്ള ജ്വല്ലറി ഇടിമണ്ണിക്കലാണ്. അതും ചങ്ങനാശ്ശേരി ഇടിമണ്ണിക്കൽ നിന്നാണ് സാധാരണ മേടിക്കാറായിട്ടുള്ളത്. അപ്പോൾ ഇതിട്ട് കാണിക്കാം. എങ്ങനെ പിന്നെ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ ഇതിൻ്റെ ഇത് 50 രൂപയ്ക്ക് 2 എണ്ണമായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കളറ് പോയി, ഞാനതങ്ങ് കളഞ്ഞു. പിന്നെ ഇത് വാങ്ങിച്ചിട്ട് ഈ ഒരെണ്ണം ഇത് പിന്നെ ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രം ഇടാനായിട്ട്. പക്ഷെ ഞാൻ ഇത് ഇട്ടിട്ടില്ല കേട്ടോ. ഇത് മറ്റേത് വാങ്ങിച്ചിട്ട് അത് മൊത്തം അങ്ങ് പോയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞിട്ട് കുളിക്കാൻ നേരം ഊരി വെക്കുന്ന പരിപാടി അത് ഭയങ്കര പാടല്ലേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, റൂഹിൻ കളക്ഷൻ, അവിടുന്ന് ഞാനൊരു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് തേണ്ട ഈ ഒരു 3 സ്റ്റോണിന്റെ
ഇത് ഇത് സിൽവറിൻ്റെയാണ് കേട്ടോ. സിൽവറിൻ്റെയാണ് 3 സ്റ്റോൺ ഇങ്ങനെ വരുന്ന രീതിയിലുള്ളത്. അപ്പം അത് ഇട്ട് കാണി. ഇത് റൂഹിൻ കളക്ഷനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇങ്ങനെ ഇരിക്കും. ഇതും റൂഹിൻ കളക്ഷനിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒരു പൂ പോലത്തെ ഇല്ലേ, ഇത് ഒത്തിരി പേരും ഡയമണ്ടിൻ്റെ കുറേ പേര് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഡയമണ്ടിൻ്റെ പകരമായിട്ട് മേടിച്ചാണ് ഇത് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ലുക്കാട്ടോ. അവിടുത്തെ റൂഹിൻ കളക്ഷനിലെ നോസ്പിൻ കളക്ഷന് നല്ല രസം ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നോസ്പിൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മിക്കവർക്കും തന്നെ ആ ഒരു വെബ്സൈറ്റ് അറിയാമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു നോസ്പിന്. ഇതും സിൽവറാണ് കേട്ടോ. സിൽവറിൻ്റെ കൂടെ സ്റ്റോൺ വരുന്നത്. ഇപ്പം അടുത്തതും ഈ പറഞ്ഞ പോലെ റൂഹിൻ കളക്ഷനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഒരു ചന്ദ്രൻ്റെ പോലെ ഇരിക്കുന്ന ഒരു നോസ്പിന്. ഇത് ഞാൻ സിൽവറയിൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വാങ്ങിച്ചത്. പക്ഷെ അത് ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിട്ടിട്ട് ഞാൻ കുളിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് മുഖം നമ്മളെപ്പോഴും കഴുകത്തില്ലേ, അങ്ങനെ കഴുകി ഇത് ഏകദേശം ഒരു സിൽവറിൻ്റെ ഇതായി. അതിപ്പം നമുക്ക് ഇതിപ്പോൾ ഇൻ കേസ് കളറ് പോയെങ്കിലും നമുക്ക് സിൽവർ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇട്ട് കാണിക്കും. ഈ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മസ്കറ്റിൽ പോയപ്പോഴേക്കും അഞ്ചായൻ വാങ്ങിച്ചു തന്നാണ് ഈ നോസ്പിന്. ഈ പ്രാവശ്യം എന്നോട് ചോദിച്ചു എന്നാ വേണമെന്ന്. ഞാൻ എപ്പോഴത്തെയും പോലെ പറഞ്ഞു നോസ്പിൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചതാണിത്. ഇത് മസ്കറ്റിലെ സീപ്പേളിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. സീപ്പേളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് എല്ലാവർക്കും കറക്റ്റ് സൈസ് കിട്ടാൻ പാടാണ്. പക്ഷെ എനിക്ക് കറക്റ്റ് സൈസ് തന്നെ കിട്ടി. ഈ കറക്റ്റായിട്ടിരിക്കും കേട്ടോ. ഇതും ഡയമണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റിങ്, ഇതും ഞാൻ ഇടിമണ്ണിക്കൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഇങ്ങനൊരു റിങ്, ഈ ഒരു റിങ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് തീരെ കനക്കുറവാട്ടോ, ചെറിയതായിട്ട് വരുന്നതാണ്. ഇതിങ്ങനെ ഈ ഒരു രീതിയിലിരിക്കുന്നത്. നമ്മൾ വളച്ച് കയറ്റണം. ഇത് ഒരു സൈസിലേ വരത്തുള്ളൂ. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തരുടെ നോസിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിടണം. അങ്ങനെയാണ്. അപ്പം ഇത് നമ്മളിങ്ങനെ അകത്തി വെച്ചിട്ട് ഇട്ടാൽ മൂക്കെല്ലാം ചുമന്ന് ഊരിയിട്ടും മൂക്കെല്ലാം ചുമന്ന് പോകും. അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏത് നോസ്പിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരും അല്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കരുതേ. ബൈ ബൈ, ടേക്ക് കെയർ.